asked you, I want to meet the CEO. സൗകര്യമില്ലെന്ന്. No, did you say സൗകര്യമില്ല or not? ഇവരെ സംസാരിക്കുന്ന പോലെ മാനവും മര്യാദയായിട്ട് സംസാരിക്കുക. Don't talk to me, don't come near me. I did not call you. തരികട കളിക്കണ. ഇവരെന്ത് ഇത്ര മര്യാദ കെട്ട രീതിയിൽ സംസാരിക്കണ? കളിക്കണ? ഇതെന്ത് വൃത്തിയടാ പിന്നെ? ഹലോ, അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കാറിന്റെ അപ്ഡേറ്റ് എന്തായി, കാർ റെഡിയാക്കി തന്നോ, അങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ ഡയറക്റ്റ് കാണുമ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്തായിരുന്നു. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. എല്ലാ ഇഷ്യൂസും അവർ മാറ്റി തന്നിട്ടുണ്ട്. ബാക്കിലത്തെ ഡോറ് കംപ്ലൈന്റ് ആയിരുന്നു, അത് റെഡിയാക്കി. പിന്നെ മേലത്തെ പെയിന്റ് പോയിട്ടുണ്ടായിരുന്നു, സൈഡിലും പെയിന്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈപ്പറിന്റെ സൗണ്ട്, എല്ലാ ഇഷ്യൂസും ഓൾമോസ്റ്റ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി 2-3 ഇഷ്യൂസ് ഉണ്ട്. അത് ഇനി അടുത്ത് നമ്മൾ നാളെ കൊണ്ടുകൊടുക്കുന്നുണ്ട്, അതിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തത് തൃശ്ശൂരുള്ള ഇറാം മോട്ടോഴ്സിലാണ്. വയനാട്ടിൽ നമ്മൾ ഇനി കൊടുക്കണില്ല, കാരണം നമുക്ക് അറിയാലോ, എക്സ്പീരിയൻസ് അറിയാലോ നമ്മുടെ. അപ്പോൾ അവിടുന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ. നമ്മൾ വയനാട്ട് പോലെ ആയിരുന്നില്ല, നല്ല സ്റ്റാഫുകളായിരുന്നു. പിന്നെ കുറെ പേര് ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബേഴ്സിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, ബാക്കി സാധാരണ ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ പോയി വെക്കാം. ഈ സെയിം വയനാട്ടിൽ നിന്ന് തന്നെ ഒരു ലേഡി വണ്ടി എടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു ഇഷ്യൂ ആണ്. അത് ഞാൻ ബ്ലറാക്കിയിട്ട് കാണിക്കുന്നത്, കാരണം നമുക്ക് ആ വീഡിയോയിലുള്ള ആൾക്കാരായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഇഷ്യൂ ആണ്. അവിടെ വയനാട്ടിലാണെങ്കിലും അന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഏതോ സ്റ്റാഫ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കണ പരിപാടിയാണെന്ന്. പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു കണ്ടന്റ് ക്ഷാമം, അത് കാരണം ഞാൻ വേണച്ച് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ കുറെ കമന്റ് അങ്ങനെ കണ്ടു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വെക്കുന്നത്. I asked you, I want to meet the CEO. സൗകര്യമില്ലെന്ന്. No, did you say സൗകര്യമില്ല or not? Don't come near me, don't touch me. Don't come near me, don't touch me. പറഞ്ഞ കാര്യം പിന്നെ പറ. സൗകര്യമില്ലെന്ന് പറഞ്ഞോ? സിഇഒനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല, വിളിക്കാൻ സൗകര്യമില്ല. You just sit here. Let him come, let your sir come, I will sit. ഇവരെ സംസാരിക്കുന്ന പോലെ മാനവും മര്യാദയായിട്ട് സംസാരിക്കുക. Don't talk to me, don't come near me. I did not call you. I did not call you anything. No. I did not call you any word. The entire thing is on record. I did not call. Don't manipulate the things. നിങ്ങളെ പട്ടിയോ ആരോ ഒന്നും വിളിച്ചിട്ടില്ല. Don't manipulate. From the no. From the time I have come here, you were on record. തരികട കളിക്കണ. Don't touch me. Let your CEO come. I will speak to him. ഇവരെന്ത് ഇത്ര മര്യാദ കെട്ട രീതിയിൽ സംസാരിക്കണേ? എന്നിട്ട് ഈസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ് ദ മാറ്റർ. കളിക്കണ? നിങ്ങൾ ആരും ഒന്നും വിളിച്ചിട്ടില്ല. ഡോണ്ട് മാനിപ്പുലേറ്റ് ദ മാറ്റർ. ദ എൻറ്റയർ തിങ് ഹാസ് ബീൻ ഓൺ റെക്കോർഡ്. ഇതെന്ത് വൃത്തിയടാ പിന്നെ? ആളെ വിളിച്ചു. വൈ ഹീസ് മാനിപ്പുലേറ്റിംഗ്? ആളെ ഞാൻ ആരും ഒന്നും വിളിച്ചിട്ടില്ല. എന്നിട്ട് ആൾ ഇവിടെ വന്നിട്ട് യു ജസ്റ്റ് സിറ്റ് ഹിയർ. ഞാൻ എന്താ ഡോഗാ ഇവിടെ? ഹായ്, എനിക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഓർമ്മ വന്നത്. അന്ന് എനിക്കുണ്ടായ അനുഭവം ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇവരുടെ സ്വഭാവം, നിങ്ങളുടെ സ്റ്റാഫിന്റെ സ്വഭാവം അനുസരിച്ച് ഇത് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതൊക്കെ ഒരു പ്രശ്നമില്ല. കസ്റ്റമേഴ്സിന് പുല്ല് വിലയില്ല ഇവർക്ക്. ഞാനും വയലാത് മഹീന്ദ്ര എന്നാണ് എൻ്റെ ഫസ്റ്റ്. ഞാനൊരു സ്കോർപിയോ Z8 ലക്ഷറി വേരിയന്റ് കാറാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് വയലാത് മഹീന്ദ്രയിൽ നിന്നായിരുന്നു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് എൻ്റെ എക്സ്പീരിയൻസിനെക്കാളും മച്ച് വേഴ്സ് ആയിരുന്നു. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലി ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങളുടെ അമ്മ, പെങ്ങൾ, സിസ്റ്റേഴ്സ് ഇത്രയായിട്ട്, എന്നിട്ടും അവർ നിങ്ങൾ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ആൻഡ് ടു മീ ബീങ് എ സിംഗിൾ ലേഡി, അവർ അത്രയും മോശമായിട്ട് പെരുമാറി. ഇതൊക്കെ ഞാൻ അന്ന് തന്നെ കംപ്ലൈന്റ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തിരുന്നായിരുന്നു. പക്ഷെ അവർ ഒരു ആക്ഷനോ ഒന്നും എടുത്തില്ല. അവർ ചെയ്യുന്ന സ്ഥിരം കാര്യങ്ങളൊക്കെ തന്നെ. ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന വണ്ടി മൊത്തം സ്ക്രാച്ചസും ഡാമേജസും ഉള്ള പോലത്തെ അങ്ങനത്തെ വണ്ടിയാണ് അവർ കസ്റ്റമേഴ്സിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോ കണ്ണ് കാണാത്ത പോലെയോ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ വണ്ടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, ഞാൻ വാങ്ങിച്ച വണ്ടി സ്കോർപിയോ Z8 ലക്ഷറി വേരിയന്റ് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. ഞങ്ങളൊരു വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റും സന്തോഷവും ഒരു ഹോപ്പ് ഉണ്ടാവില്ലേ, അതെല്ലാം ഇവർ നശിപ്പിച്ചു തരും. അവർ മേക്ക് ഷുവർ ചെയ്യാണ് മഹീന്ദ്രയുടെ പേര് ഇവർ ഡിസ്ട്രോയ് ചെയ്യാണ്, ഇവർ കേരളത്തിൽ നശിപ്പിക്കുക ചെയ്യണം ഇവിടെ കേരളത്തിൽ. അത് ഓൾ ഇന്ത്യ മഹീന്ദ്രയുടെ ചെയർമാൻ, CEO ഇവരൊക്കെ അറിയേണ്ടതാണ്. ഹൈലി അൺആക്സെപ്റ്റബിൾ ആണ്. ഇത്രയും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കുകയും ചെയ്യണം, ഇവരുടെ കയ്യിൽ നിന്ന് ഇൻസൾട്ടും ഹരാസ്മെന്റും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവർക്ക് ഒരു രീതിയിൽ ഇപ്പോൾ വയലാത് മഹീന്ദ്രയ്ക്ക് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, കസ്റ്റമറിനോട് ഒരു തുള്ളി റെസ്പെക്ട് ഇല്ല ഇവർക്ക്. വേണേ വന്ന് വാങ്ങിച്ച് പോയിക്കോ, ആ ഒരു രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വണ്ടി കാണാൻ പോയിരുന്ന സമയത്തൊക്കെ ഇവർ യാർഡിലുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു. പുതിയ വണ്ടികളാണ്. ആ വണ്ടികളൊക്കെ വെച്ചേക്കുന്ന അവസ്ഥ കാണണം, നമുക്ക് കഷ്ടം തോന്നും. ഈ പുതിയ വണ്ടിയല്ലേ, കുറച്ചൊന്നും റെസ്പെക്ട് കൊടുത്തൂടെ? പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് പൊടി ഒന്ന് നിറഞ്ഞ് സ്ക്രാച്ചും, ജനലൊക്കെ അതിന്റെ വിൻഡോസ് ഒക്കെ തുറന്നിരിക്കായിരുന്നു, അതിന്റെ ഉള്ളിൽ പൂച്ചയും ഇരിക്കണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഇവർ കസ്റ്റമറിനെ എന്നെ വിളിച്ചു കൊണ്ടുപോയത് കളർ കാണിക്കാൻ വേണ്ടിയിട്ട്.
ഞാൻ ശരിക്കും പറഞ്ഞ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയിലുള്ള ലേഡി എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ആ ലേഡി പറഞ്ഞ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കും കിട്ടിയത്. ആ ലേഡി എടുത്തത് സ്കോർപിയോ വണ്ടിയാണ്. അപ്പൊ ആ സ്കോർപിയോക്ക് ഇപ്പോഴും അന്നത്തെ ആ ട്രോമ കാരണം കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അവിടെ നിന്നുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ എനിക്കും അവിടെ നിന്നുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് കാരണം എനിക്ക് തന്നെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. നമ്മൾ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വരെ ഒരു ഹാപ്പിനെസ്സും ഇല്ല. ഫുള്ള് എല്ലാവരും ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു ബൂസ്റ്റിംഗ് കിട്ടിയത്, ഒരു എനർജി കിട്ടിയത്. പിന്നെ ഈ യൂട്യൂബേഴ്സ് മാത്രം എന്താ ഈ പ്രശ്നം, ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം ഇല്ലാത്തതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. പിന്നെ അത് മാത്രമല്ല യൂട്യൂബേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നോർമൽ ആൾക്കാരാണെങ്കിൽ ഇത് എവിടെ എത്തില്ല. അവര് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ച് ആവും, ചിലപ്പോൾ റീച്ച് ആവില്ല എന്നുള്ള സ്കീമിൽ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ വർത്താനം അങ്ങനെ ക്യാമറകളിൽ ഇങ്ങനെ വർത്താനം പറയാൻ ചിലപ്പോൾ അങ്ങനത്തെ നോർമൽ ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. ഇപ്പൊ എനിക്ക് തന്നെ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ വീഡിയോ അതന്നെ ഞാൻ കുറെ പ്രാവശ്യം എടുത്തിട്ടാണ് ശരിയായത്. കാരണം നമ്മൾ നോർമലി ആ ടൈപ്പ് കണ്ടന്റ് അല്ല ഇടാറ്, വേറെ ടൈപ്പ് കണ്ടന്റ് ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ഇടാറ്. അപ്പൊ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നോർമൽ ആൾക്കാർക്കും ഇത് പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവർ പിന്നെ കുറെ പേര് ലീഗലായിട്ടും പോയിട്ടുണ്ടാവും, കൺസ്യൂമർ കോർട്ടിലും അല്ലെങ്കിൽ കേസായിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിന് മാത്രം പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ. കാരണം നോർമൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഇടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അത് കാരണമാണ് യൂട്യൂബേഴ്സിനെ വിസിബിൾ ആയിട്ട് വരുന്നത്. പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1.5 മാസമായി. ഇതുവരെ വീട്ടിൽ ചാർജർ സെറ്റ് ആക്കിയിട്ടില്ല. ഞാൻ വണ്ടി ബുക്ക് ചെയ്തത് ഫെബ്രുവരി 14-ാം തീയതി. വണ്ടി ബുക്കിംഗ് വരുന്ന ഫസ്റ്റ് ദിവസം തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ തന്നെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ചാർജർ ഇൻസ്റ്റാളേഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ വണ്ടി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചാർജറിന്റെ ആൾക്കാർ സർവേക്ക് വരുന്നത്, എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എന്തായി ചാർജർ സെറ്റ് ആക്കാനുള്ള ആൾക്കാർ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാള് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയിട്ട് വണ്ടി കിട്ടിയതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർ സർവേക്ക് വരുന്നത്. സർവേക്ക് വന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് 3 ഫേസ് ആക്കണം, എന്നാലാണ് കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. 3 ഫേസിന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ KCBയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ വീണ്ടും അവർ വന്നിട്ട് പറയണത് ഇത് ഇങ്ങനെയല്ല, വേറെ ഇത്ര 16 കിലോ വാട്ടിന്റെ വയർ വേണം, പിന്നെ ഇത് മാറ്റണം അത് മാറ്റണം എന്നൊക്കെ ഇപ്പോഴാണ് നമ്മളോട് പറയണത്. ഇത് എപ്പോഴോ വന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോ ഞാൻ കുറെ പേര് ചോദിച്ചപ്പോൾ 2 മാസം മുന്നും 1 മാസം മുന്നൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞു തരേണ്ട കാര്യമാണ്. സർവേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ വലിക്കണം, അങ്ങനെയൊക്കെ പറയേണ്ടതാണ്. പക്ഷെ നമ്മളോട് വണ്ടി എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് തന്നെ. പിന്നെ മെയിനായിട്ട് ഒരു സംഭവം കാണിക്കാറുണ്ട്. ഇവിടെ ഈ നെറ്റിന്റെ ഇവിടെ ഒക്കെ ഫുള്ള് ഇപ്പൊ തന്നെ തുരുമ്പിടിച്ചു മൊത്തത്തിൽ, ഈ സൈഡും ആ സൈഡും. എന്താ സംഭവം എന്നറിയില്ല, പുതിയ വണ്ടിയാണ്, ആ കൂടിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ തുരുമ്പിടിച്ചു. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല, ഇനിയിപ്പോ അടുത്തേര് പോയിട്ട് ഇത് കാണിക്കണം. മൊത്തത്തിൽ ഏകദേശം റെഡിയാക്കി വന്നിട്ടുണ്ട്. ആ ബാക്കിൽ ഞാൻ തുരുമ്പ് റെഡിയാക്കണം. പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്, അത് ഓൾറെഡി അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. മരട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തുള്ളത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ വയനാട്ടിൽ തന്നെ നമുക്ക് കോള് വന്നത് ഈ വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയതിനു ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് ഒരു കോള് വരുന്നത്. അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു സോറി പറഞ്ഞിട്ട്. പിന്നെ ഈ വഴിക്ക് നമ്മളെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ കംപ്ലൈന്റ് മാറ്റി തരാന്ന് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിലാണ് കംപ്ലൈന്റ് മാറ്റി വന്നത്. ഒരു മാസത്തിന് അടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ വണ്ടിയുടെ ഇതൊക്കെ മാറ്റി തരാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. നിങ്ങൾ കുറേ പേര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് കുറേ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ മെയിൽ അയക്കി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.